ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം കിഴക്കമ്പലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 2020യുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു 14ഓളം വില്ലകളാണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ നമുക്കൊരു 4 എണ്ണമാണ് ഇനിയിപ്പോൾ സെയിലിനായിട്ട് ഇവിടെ റെഡിയായി കിടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ സെയിലായി ആളുകളൊക്കെ തന്നെ താമസമായതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സസ് വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ട്രേറ്റ് ഭാഗത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 11 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മോളിലേക്ക് 15 കിലോമീറ്ററുമാണ് നമുക്ക് ദൂരം വരുന്നത്. അപ്പോൾ ആക്സസ് വൈസ് നമുക്ക് എല്ലായിടത്തേക്കും എത്തിപ്പെടാവുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ് നമ്മളിത് പരിചയപ്പെടുത്തുന്ന ഈ ഒരു 14 വില്ല പ്രൊജക്റ്റുകളും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, റോഡ് കാണാം, ബസ് റൂട്ടാണ്, വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വില്ലകൾ ഒന്ന് നോക്കുമ്പോൾ കാണാം, ഇതിനകത്തേക്കുള്ള റോഡ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് മെയിൻ റോഡ്, ടാർ റോഡിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഒരു റോഡ് കിടക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത് ഇതുപോലെ ഭംഗിയുള്ള ഇന്റർലോക്കിംഗ് ടൈലുകൾ ഇട്ടിട്ടാണ്. അപ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയ അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ടോട്ടൽ 14 വില്ലകളുള്ളതിൽ നമുക്ക് 4 വില്ലകളാണ് സെയിലിനുള്ളത്. ഏകദേശം എല്ലാം തന്നെ ഒരേ ലാൻഡ് അളവിലും ഒരേ സ്ക്വയർ ഫീറ്റിലും, അതുപോലെ ബെഡ്റൂമുകളാണെങ്കിലും സെയിം ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു വീട് കാണുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു വീടിന്ന് ക്ലോസ് ആയിട്ട് തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്ത് കാണുന്ന എല്ലാ വീടുകളുടെയും എലിവേഷൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന വീട് നിങ്ങൾക്ക് കാണാം, അത്യാവശ്യത്തിന് ഒരു ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. കുറച്ച് ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് മെയിനായിട്ട് അതിൻ്റെ ബേസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് വരുന്ന ആ ടെക്സ്ചർ വർക്കുള്ള ഭാഗങ്ങൾ മാത്രമാണ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെയിൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും നമ്മൾ ഈ ഒരു സ്ഥലത്തിന് എടുത്തു പറയുന്നത് 2020 അണ്ടറിൽ വരുന്നതാണെന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. ഇതിൻ്റെ പ്രൈസാണ് വളരെ അട്രാക്റ്റീവ്, നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മതിൽ ഓൾറെഡി കണ്ടതാണ്. കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് പോർഷനിൽ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റുള്ള വീടിനെ മതിൽ കണ്ടാലും അറിയാം, അതുപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള മതിൽ കൂടാണ്ട് അതിനകത്ത് വശത്ത് വന്നിട്ട് കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ ഭംഗിയായിട്ടുള്ള LED ലൈറ്റ്, ചെറിയ സ്പോട്ട് ലൈറ്റ് പോലുള്ള ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ മെയിൻ 2 പില്ലറുകൾ വന്നിട്ടാണെങ്കിൽ ഭംഗിയുള്ള 2 മിൽക്കി വൈറ്റ് ഷെയ്ഡുള്ള ലൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗേറ്റിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഓൾറെഡി കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ ഡിസൈൻ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം തന്നെ ലേസർ കട്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഇവിടുത്തെ ഒരു കാർ പോർച്ചാണ്. അത്യാവശ്യത്തിനൊരു വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ കാർ പോർച്ചിൽ കിട്ടുന്നത്. കാർ പോർച്ച് വന്നിട്ടാണെങ്കിൽ കവേർഡ് ആയിട്ടാണ് ഒരെണ്ണം ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒരുപാട് സ്പേസുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെയിൻ കാർ പോർച്ചിൻ്റെ 2 പില്ലറുകൾ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. നേരെ കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ കാണാം, ഭംഗിയായിട്ട് കുറച്ച് കല്ലുകളൊക്കെ പാകിയിട്ട് അവിടെ അവർ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അവിടെയെല്ലാം തന്നെ ഗ്രാസ് ആണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്തിരിക്കുന്നത്.
വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു കുറച്ച് ഭാഗത്ത് ഒരു പോർഷനിലായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഈ ഒരു ഭാഗം നേരെ ചെല്ലുന്നത് വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വർക്ക് ഏരിയയുടെ പോർഷനിലേക്കാണ്. പകുതിയോളം അവർ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ബാക്കി പകുതിയോളം നല്ല ഭംഗിയുള്ള ടൈലുകളും അതുപോലെ തന്നെ കുറച്ച് പെബിൾസ് ഒക്കെ വിരിച്ചിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നേരെ ഈ ഒരു പോർഷൻ നമ്മൾ ചെന്നെത്തുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള ആ സ്പേസിലേക്കാണ്. നമുക്ക് വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, ഇപ്പൊ വേക്കന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിലെ കിണറും കാണാവുന്നതാണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നമുക്ക് ഈ വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വെല്ല്, ഈ ഒരു കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ വന്നിട്ട് KWയുടെ വാട്ടറുമാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ബാക്കിലുള്ള ഭാഗത്തൊക്കെ ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് ബാക്ക് സൈഡിലേക്ക് കടന്നു പോകാനുള്ള സ്പേസ് കൂടി ഇട്ടിട്ടാണ് അവർ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഏരിയ കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 2 വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ധാരാളം സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ 2 സൈഡിലും നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് നടക്കാനായിട്ട് ഇവിടെ അവർ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സ്റ്റോൺസ് ഒക്കെ പാകിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ള വെള്ളാരം കല്ലുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കണ്ട പോലെ തന്നെയാണ് റൈറ്റ് സൈഡിലും ആളുകൾക്ക് നല്ല രീതിയിൽ കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ വഴി ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്ക് സൈഡിലുള്ള കിണറിന്റെ ആ സൈഡിലായിട്ടാണ്. നമുക്കിനി ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ചെയർസ് ഒക്കെ ഇടാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാ വീടുകളിലും തന്നെ ഒരു ട്രെൻഡാണ്. വീടിന്റെ മെയിൻ ഡോറ് വരുന്നത് ഇങ്ങനെയാണ്. ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടളപ്പടിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡിസൈൻ. നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന 2 പീസ് ഡോർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത്, അതായത് 14ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്ത് നമുക്കിനി 4 വില്ലകൾ മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. ഇതിന്റെ ലാൻഡ് എന്ന് പറയുന്നത് 3.5 സെന്റ് ലാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഫാമിലിക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റിയൊരു വീടും കൂടിയാണ് ഇത്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1700 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഒരു വീടിന് വേണ്ടുന്ന നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടി ഒരു വീട് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഒരു 1700 സ്ക്വയർ ഫീറ്റ് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉള്ള വീട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ മെയിൻ ഡോർ തുറന്നു നേരെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ലിവിംഗ് ഏരിയയിലാണ്. നല്ല നീളത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് 2 സൈഡിലായി ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. 4 പാളിയുടെ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോയുടെ ഈ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റിന് പകരം അവർ വുഡൻ ഇതായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കയറുന്ന സമയത്ത് നമുക്ക് ഫ്ലോർ നോക്കുമ്പോൾ കാണാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് കളറുള്ള ടൈലാണ്. ചെറിയൊരു ഡിസൈൻ കൂടെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ബാക്ക്ഗ്രൗണ്ടും അതുകൂടാതെ TV വെക്കാനുള്ള പോർഷൻ മാത്രം ബ്ലാക്ക് കളറുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിറയെ കബോർഡുകളൊക്കെ ആയിട്ടാണ് അവരിവിടെ അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഡൈനിങ്ങിന്റെ എൻട്രൻസും ആ ഒരു TV യൂണിറ്റോട് അറ്റാച്ച് ചെയ്ത് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ വർക്ക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ നടന്ന് ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ ആണ് അവിടെ കാണുന്നത്. സ്റ്റെയറിന്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ടും കുറച്ച് ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വിൻഡോസ് കാണാം. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിന്റെ ആ ഒരു ഫിറ്റിംഗ്സ് മാത്രം അവിടെ കൊടുത്തിട്ടില്ല, അതുകൂടെ ഇനി വയ്ക്കാനുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും തന്നെ ഫിനിഷിംഗ് ആയി കിടക്കുകയാണ്. സെപ്പറേറ്റ് ഒരു കേജ് പോലെ ആയിട്ടാണ് വാഷ് ബേസിൽ ഇരിക്കാനുള്ള സ്പേസ് വെച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡ് ഒക്കെ വന്നിട്ടാണെങ്കിലും ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ വരുന്ന പോർഷൻ ആണെന്നുണ്ടെങ്കിലും കബോർഡുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഈ ഒരു കൗണ്ടറൊക്കെ വന്നിട്ട് നല്ല ഡിസൈൻ ആയിട്ടൊക്കെയാണ് വുഡിൽ അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരു വീട്ടിലുള്ള 2-3 പേർക്കൊക്കെ നിൽക്കാനുള്ള സ്പേസ് ആണ് കിച്ചണിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കബോർഡുകളെല്ലാം വന്നിട്ട് ഈ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ
ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കിച്ചണിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലുള്ള ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് കബോർഡുകൾ, ക്യാബിനറ്റ് ആണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് വരുന്നത്. ഇവിടെയായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇപ്പോൾ അവർ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് നമുക്കത് ബിൽഡറെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഫ്ലോറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കിണർ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. നമുക്കിനി റൂഫിങ്ങിന്റെ വർക്കുകൾ മാത്രമാണ് വർക്ക് ഏരിയയിൽ ചെയ്യാനുള്ളത്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വർക്ക് ഏരിയ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് പിന്നീട് പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് ബിൽഡറുമായിട്ട് സംസാരിച്ച് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ കിച്ചണിൽ നിന്നും വീണ്ടും നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയായിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവരവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ കാണാം ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അവിടെ ഒരു സിംഗിൾ വിൻഡോയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബ് വരുന്നത് ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം ആ ഒരു വുഡിന്റെ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ചൊരു വൈറ്റ് കളറും ബ്ലൂ ഷെയ്ഡും ഒക്കെ വരുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ ഒരു മിറർ പിടിപ്പിക്കാനുള്ള വർക്കും കൂടെയാണ് ബാക്കിയുള്ളത്. റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു അത്യാവശ്യം നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ടൈലാണ് ബാത്റൂമിനകത്ത് ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനുള്ളിലുള്ള ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഭംഗിയുള്ളൊരു ലൈറ്റ്, ഷോ ലൈറ്റ് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് 3 ഓപ്പണിംഗ് ആണ് പെർഗോള മോഡലിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൂഫിലേക്ക് നോക്കുമ്പോൾ കാണാം ഭംഗിയുള്ള വർക്കുകളാണ് ഇതിന്റെ റൂഫിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് കയറി വന്നു. സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ടാണ് സ്പേസുകൾ ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് ആദ്യം സ്റ്റെപ്പ് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗങ്ങൾ തന്നെ കവർ ചെയ്ത് പോകാം. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഞാൻ നിൽക്കുന്നതിന്റെ 2 സൈഡിലായിട്ട് 2 ഡോറുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ 3 ബെഡ്റൂമുകളിൽ ഒരെണ്ണം നമ്മൾ താഴെ കണ്ടു. ബാക്കിയുള്ള 2 ബെഡ്റൂംസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതിലേക്ക് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് നോക്കിയാലും കാണാം മുകളിലൊക്കെ നിറയെ വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ ഒക്കെ പാറ്റേൺ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള മെറ്റീരിയലാണ് ഡോറിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ താഴെ കണ്ടിരുന്ന ആ ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഇരിക്കുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. താഴെ കണ്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഭാഗത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് വോളിലൊക്കെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലായിടത്തും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമിലേക്കാണ്. എനിക്ക് തോന്നുന്നു മറ്റു ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്നും അവിടെ വരെയൊക്കെ നമുക്ക് നല്ലൊരു ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഈ ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. താഴെ നമ്മൾ കണ്ടത് ഫുള്ളായിട്ട് വുഡൻ ഇതായിരുന്നു. ഇവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്.
ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ടൈലിന്റെ കളറിൽ നേരത്തെ നമ്മളൊരു ഗോൾഡൻ കളർ ഗ്ലോ ഉള്ള ടൈലാണ് കണ്ടത്. ഇവിടെ ഒരു ആഷ് കളറിലുള്ള ഒരു ഗ്രേ കളറൊക്കെ വരുന്ന ഒരു ടൈലാണ്. അതും ഗ്ലോസി ടൈപ്പ് ടൈൽ തന്നെയാണ് വോളിലൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെല്ലാം തന്നെ നല്ല ഗ്രിപ്പുള്ള ടൈലുമാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ കാണാം നമ്മൾ എവിടെ നിന്നാണ് നടന്നു വന്നത് എന്നുള്ള ആ ഒരു അത് തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് കിട്ടി കാണും. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്ന് ആ ഭാഗത്തേക്കാണ് പോയത്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും റൂഫിന്റെ വർക്കുകളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. ബിക്കോസ് ഇവിടെയാണ് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനോട് കൂടിയിട്ടാണ് TV വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള കുറച്ച് വുഡൻ വർക്ക്സുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് കാണാം, ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 ഡോറുകളുണ്ട്. ഇവിടെ കാണുന്ന ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഡോർ തുറന്നാൽ നമുക്ക് വരുന്നത് ബാൽക്കണി സ്പേസും ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസും ആണ്. അപ്പൊ നമുക്ക് ബാൽക്കണി തന്നെ ആദ്യം നോക്കാം. ബാൽക്കണിയൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇതാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ കവർ ചെയ്തിരിക്കുകയാണ്. കുറച്ചു ഭാഗം കോൺക്രീറ്റും ബാക്കി വരുന്ന ഓപ്പണിംഗ് ഉള്ള ഭാഗങ്ങളൊക്കെ ടഫിന്റെ ഗ്ലാസ് വിട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കാണാം, അടുത്തടുത്തായിട്ട് നിറയെ വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്താണ് നമ്മൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമൊക്കെ കാണുന്ന വില്ലകളിലൊക്കെ ഓൾറെഡി ആളുകളൊക്കെ താമസമായതാണ്. വെറും 4 വില്ലകൾ മാത്രമാണ് നമുക്കിതിനകത്ത് സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത അട്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ പ്രൈസ് ആണ്. 2020 ഒരു വീട് അന്വേഷിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ബിക്കോസ് 2020 കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് യൂട്യൂബിലും ഇതിലൊക്കെ വായിച്ച് ഒത്തിരി അറിയാവുന്നതാണ്. നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് 2020 ഒരു മെമ്പർഷിപ്പ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരം താമസക്കാരാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് 2020 താമസിക്കുമ്പോൾ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെയുള്ള റോഡുകളാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അങ്ങനെ ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ഒരു ഭാഗത്തൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 2022 വരുന്ന റോഡുകളാണെങ്കിലും എല്ലാ ഏരിയാസും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ബാൽക്കണിയുടെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെയാണ് ബാൽക്കണിയിൽ പോലും അവർ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ബാൽക്കണി ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് യൂട്ടിലിറ്റിയുടെ ആ ഒരു ഡോറ് വരുന്നത്. യൂട്ടിലിറ്റി വന്നിട്ടാണെങ്കിലും ഫ്ലോറിംഗ് എല്ലാം നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. അവർ സൈഡിലുള്ള വോളൊക്കെ വന്നിട്ട് പകുതിയോളം തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് റൂഫിംഗ് ആണ് ചെയ്യേണ്ടത്. അതിപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ വരുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ടാണ് റൂഫിംഗ് ചെയ്യാത്തത്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അത് റെഡിമെയ്ഡ് അല്ല, കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളതും ആ പ്രൊവിഷനും അതിൻ്റെ ഒരു പവർ പോയിന്റ് എല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് ചെല്ലുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഇവിടെ വളരെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പം വർക്ക് ഏരിയയുടെ ആ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും ഈ യൂട്ടിലിറ്റി സ്പേസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിനിയിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്കിനിയിപ്പോൾ ഈ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാനത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലാൻഡ് അളവും സ്ക്വയർ ഫീറ്റും ഒക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. 2020 പഞ്ചായത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് 2020 ഒരു വീട് വേണമെന്നുള്ളത്. അതുപോലെ ഒറ്റപ്പെട്ട ഒരു ഏരിയ അല്ല, 14ഓളം വില്ലകളുള്ള വില്ല പ്രൊജക്ടിനകത്താണ് നമുക്ക് 4 എണ്ണം സെയിലിനായിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയയാണ്. വളരെ ഭംഗിയായിട്ടുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1700 ആണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടുത്തെ കാർ പോർച്ചിലുള്ളത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ധാരാളം സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ ആണെന്നുണ്ടെങ്കിലും കിണർ ഇവിടെ അവൈലബിൾ ആണ്.
അതുകൂടാതെ KWയുടെ വാട്ടറാണ് മറ്റൊരു സോഴ്സ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഇത്രയും നല്ല സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 63 lakhs ആണ്. 63 ലക്ഷം എന്നുള്ള ഇതിന്റെ വില നല്ല രീതിയിൽ തന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന 4 വില്ലകളിൽ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ബിക്കോസ് ഇത് ഒരു ലിമിറ്റഡ് ഒരു ഓഫർ എന്നൊക്കെ പറയുന്നത് പോലെ 2020 വീടുകൾ വന്നാൽ വളരെ പെട്ടെന്നാണ് സെയിലായി പോകുന്നത്. പ്രത്യേകിച്ച് 63 ലക്ഷം രൂപയ്ക്ക് 1700 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ലക്ക് തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക്. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.